വെൽക്കം ടു കാർ സ്പോർട്ട് ഗൈസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു പജേറോ GLX ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വണ്ടി ഒരു ഫുൾ ബോഡി പെയിൻറ്റിംഗ് ഉണ്ട്. പോരാത്തിന് അതിൻ്റെ ഇൻറ്റീരിയറിൽ ഒരുപാട് റീസ്റ്റോറേഷൻ വർക്കുകളുണ്ട്. നോക്കിയാൽ മനസ്സിലാവും, ഇൻറ്റീരിയർ ഒരു ബീജ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണുള്ളത്. അത് നമ്മൾ ഫുള്ള് ബ്ലാക്കിലോട്ട് മാറ്റുകയാണ്. ഇൻക്ലൂഡിങ് സീറ്റ് കവർ, ഹെഡ്ലൈനർ, നമ്മളെ ഉള്ളത്തെ പോസ്റ്റുകൾ, ഡോർ പാഡ്, ഡാഷ്ബോർഡ് തുടങ്ങിയ എല്ലാം നമ്മൾ ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലേക്ക് മാറ്റുകയാണ്. പ്ലസ് നമുക്ക് ഇതിന് ഇൻഫോർടൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ ടയർ മാറ്റാനുണ്ട്. അങ്ങനെ ഒരുപാട് അധികം മോഡിഫിക്കേഷൻ വർക്കുകളുണ്ട്. വീഡിയോ കാണാം. സോ ഫൈനലി വണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളുള്ളത് തൃശ്ശൂരാണ്. നമ്മൾ വണ്ടിയുടെ ഷൂട്ടിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. കസ്റ്റമർ മെയിൻ റിക്വയർമെൻ്റ് ആയിരുന്നു വണ്ടി BMW കളറായ ഐ ലവ് ഓഫ് മാൻ ഗ്രീനിൽ പെയിൻ്റ് അടിക്കുക എന്നുള്ളത്. സോ ഇറ്റ്സ് ഫൈനലി ഡൺ ഗൈസ്. ദിസ് ഇസ് ദ റിസൾട്ട്. സോ ഇതാണ് വണ്ടിയുടെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. എക്സ്റ്റീരിയറിൽ നമുക്ക് അറിയാം, ഒരു മേജർ പോർഷനും നമ്മളെ BMW ആ കളറാണ്. നമ്മൾ അടിച്ച ഐ ലവ് ഓഫ് മാൻ ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് മെജോറിറ്റി കളർ വരുന്നത്. എൻ്റെ ഫ്രണ്ട് നോക്കിയാൽ അറിയാം, അതിൻ്റെ ക്രോം എല്ലാം നമ്മൾ ഡീക്രോം ചെയ്ത് എൻ്റെ ബമ്പേഴ്സ് ഒരു ഡാർക്ക് ഗ്രേ കളറിൽ നമ്മൾ പെയിൻറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സോ ബേസിക്കലി ഈ പജീറോ ഒരു GLX ആണ് മോഡൽ വരുന്നത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഫ്രണ്ടേജ് നോക്കിയാൽ ഇതൊരു SLX-ൻ്റെ ലുക്ക് ഉണ്ട്. കാരണം നമ്മൾ അതിൻ്റെ ഫെൻഡർ രണ്ടും നമ്മൾ SLX-ലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഫെൻഡർ രണ്ടും മാറ്റിയതാണ്. അപ്പോൾ അതിന് ഈ കോർണർ ലൈറ്റും നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തതാണ്. സോ വണ്ടിൻ്റെ ഫ്രണ്ടേജ് നോക്കുന്ന സമയത്ത് ഒരു SLX ലുക്ക് ഉണ്ട്. ബേസിക്കലി ഇതൊരു GLX ആണ്. ഇതിന്റെ സൈഡ് വൈസിൽ വരുന്ന സമയത്ത് ഇതിന്റെ 4 അലോയിലും നമ്മൾ ഡീക്രോം ചെയ്താണ്. പജീറോന്റെ ക്രോം ഫിനിഷിലാണ് വരാറ് സാധാരണ. 4 അലോയിലും ടയറും നമ്മൾ അഡീഷണൽ ചെയ്താണ്. ഒരു MT ടയർ, ബ്രിഡ്സ്റ്റോണിന്റെ MT ടയറും. സോ അതിന്റെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു പോർഷൻ എല്ലാം നമ്മൾ ഡീക്രോം ചെയ്താണ്. ടെയിൽ ലാമ്പ് അടക്കം നമ്മൾ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുതിയൊരു ബമ്പർ ലൈറ്റും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ അഡീഷണൽ ക്ലാമ്പ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു നമ്മളെ സ്റ്റെപ്പിന് വെക്കാനുള്ള ഒരു ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഇതാണ് അതിന്റെ ബാക്ക് എന്നുള്ള ഒരു ഫിനിഷ്. നമ്മൾ വണ്ടിയുടെ ലുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെ അതിൻ്റെ ഒരു ക്രോമിയം കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വർക്ക് എടുത്തുള്ള ആക്ച്വലി ഇതിൻ്റെ ഇൻറ്റീരിയറിലാണ്. ഇൻറ്റീരിയർ നമുക്ക് കാണാം, കമ്പനി വന്ന കളർ എന്ന് പറയുന്നത് ഒരു ബീജ് കളർ അല്ലെങ്കിൽ ക്രീം കളറായിരുന്നു. അത് നമ്മൾ ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും, അതിൻ്റെ ഡോർ പാഡ് ഫുള്ളൊരു ബ്ലാക്ക് ഫിനിഷിലാണ് കിടക്കുന്നത്. അതിനെ നമ്മളൊരു 2 ലെയറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മുകളിൽ നോക്കിയാൽ നമ്മളൊരു പാറ്റേൺ ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ പവർ വിൻഡോൻ്റെ പോർഷനൊക്കെ നമ്മളൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതൊരു നാപ്പ ലെതറിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കമ്പനി സ്റ്റോക്ക് ഡിസൈനിൽ തന്നെ നമ്മൾ ചെയ്തിട്ടാണുള്ളത്. അതുപോലെ ഡാഷ്ബോർഡ് നമ്മൾ പറഞ്ഞ പോലെ ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കുറച്ച് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മെറ്റീരിയൽ വെച്ച് പാക്ക് ചെയ്തിട്ടാണ് ബാക്കി പോർഷൻസ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ റൂഫ്, ഹെഡ്ലൈനർ എല്ലാം നമ്മൾ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഹെഡ്ലൈൻ നോക്കിയാൽ അറിയാം, ഇതൊരു ബ്ലാക്ക് മെറ്റീരിയൽ വെച്ച് നമ്മൾ പാക്ക് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ഇൻഫോർടൈൻമെൻ്റ് ആണ്. ഇതൊരു 6GB റാമോട് കൂടി 128 ഇന്റേണൽ വരുന്ന ഒരു ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ്. ഇത് 360 ഡിഗ്രി ക്യാമറ ഇൻക്ലൂഡിംഗ് ആയിട്ടാണ് ഇതിൽ ഇൻഫോർടൈൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കീ നമ്മളൊരു ഫ്ലിപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ സാധാ മിറ്റ്സുബിഷിൻ്റെ ഒരു ക്യാഷ് ലുക്കല്ല, നമ്മളൊരു പുതിയ വരുന്ന വണ്ടികളിൽ വരുന്ന ഒരു കീ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും വർക്കാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദി വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.